ഫാദർ അജീബ് പുതിയ പറമ്പിലേക്ക് എത്തിയ ശേഷം ഉല്ലാസ് ബാബുലേക്ക് വരാം. ഫാദർ അജീബ് പുതിയ പറമ്പിൽ, ഇന്നിപ്പോൾ ആർച്ച് ബിഷപ്പ് പറഞ്ഞിരിക്കുന്ന ഈ വാചകങ്ങൾ, അതിൽ എന്താണ് താങ്കൾ കാണുന്നത്? ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സുവിശേഷത്തുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്, ക്രിസ്തുവിൻ്റെ മനസ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ. ഫാദർ അജീബ് പുതിയ പറമ്പിൽ ഒരു ചെറിയ പ്രശ്നം. യെസ് പ്ലീസ്. പറഞ്ഞോളൂ. ഒന്നുകൂടി പറയാമോ? പറഞ്ഞത് കേട്ടില്ല. പറയാം തീർച്ചയായിട്ടും പറയാം. ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സുവിശേഷവുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്, യേശു ക്രിസ്തുവിൻ്റെ മനസ്സുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. യേശുവിൻ്റെ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാരെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സുമായിട്ട് ചേർന്ന് ഒരു ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ ഒരു ബിഷപ്പ് അല്ലെങ്കിൽ ഒരു പുരോഹിതൻ, ഒരു ക്രൈസ്തവ വിശ്വാസി ധീരതയോടെ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ നമ്മൾ അഭിനന്ദിക്കണം, അതിനെ നമ്മൾ പിന്തുണയ്ക്കണം. ഇവിടെ അതാണ് ഇതാണ് നടന്നിരിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ എന്ന് ചോദിച്ചത് ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. ആദ്യം മറ്റ് ചില കാര്യങ്ങൾ ചോദിച്ചു. അതിനുശേഷം തികച്ചും രാഷ്ട്രീയമായ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറയുന്നത്, സാത്താനുമായി കൂട്ടുകൂടരുത്. എന്താണ് സാത്താൻ്റെ പ്രത്യേകതകൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സമൂഹത്തിൽ കലാപവും വെറുപ്പും വിദ്വേഷവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ആരോ അവരാണ് സാത്താൻ എന്നാണ് പറയുന്നത്. സുവിശേഷം അത് തന്നെയാണ് പറയുന്നത്. സുവിശേഷം പറയുന്നത് എന്താണ്? സാത്താൻ വെറുപ്പ് വിതയ്ക്കുന്നവൻ, നുണ പറയുന്നവൻ, ഇതൊക്കെയാണ് സാത്താൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളവരുമായി കൂട്ടുകൂടരുത് എന്ന് ഒരു രാഷ്ട്രീയ മറുപടിയാണ് ഇന്ന് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ആർച്ച് ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് വളരെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നത് നാം മറക്കരുത്. ഒരാഴ്ചയ്ക്ക് മുമ്പാണ് വഖഫ് ബില്ലിൽ ഇവിടുത്തെ എല്ലാ എംപിമാരും ബില്ലിനെ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് KCBC ഒരു ലെറ്റർ പുറത്തുവിട്ടത്, അല്ലെങ്കിൽ ലെറ്ററിലൂടെ ആവശ്യപ്പെട്ടത്. ഈ ലെറ്ററിലൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമുക്കറിയാം. ഒരാഴ്ച അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ സംഗതി ആകെ മാറി. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഓർഗനൈസർ ലേഖനം വന്നു. വഖഫ് വിഷയം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ ബില്ല് പാസ്സായത് ഉടനെ തന്നെ ഓർഗനൈസർ വന്ന ലേഖനത്തിൽ കത്തോലിക്ക സഭയ്ക്ക് എത്ര സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, എത്ര ലാൻഡ് ഉണ്ട് എന്നതിനെ പറ്റിയൊക്കെ വളരെ വിശദമായ കണക്ക് വന്നു. അതിനുശേഷം ജബൽപൂരിലെ കാര്യങ്ങൾ നമ്മൾ കാണുന്നു, ഇന്ന് ഡൽഹിയിലെ കാര്യങ്ങൾ കാണുന്നു. ഇതിലൂടെയൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ വഖഫ് ബില്ലിൽ KCBCക്ക്, നമ്മുടെ ഇവിടുത്തെ സഭാ അധികാരികൾക്ക് തീർച്ചയായിട്ടും രാഷ്ട്രീയമായ പിഴവ് പറ്റി എന്നുള്ള കാര്യം നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം സഭയും മനുഷ്യരാൽ നയിക്കപ്പെടുന്നതാണ്. തീർച്ചയായിട്ടും പിഴവുകൾ പറ്റാൻ സാധ്യതയുണ്ട്. ചരിത്രത്തിൽ പിഴവുകൾ പറ്റിയിട്ടുമുണ്ട്. 1933 സഭയ്ക്ക് പറ്റിയ ക്ലാസിക് ആയിട്ടുള്ള പിഴവാണ് അത്. ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയാം. രാഷ്ട്രീയമായി സഭയ്ക്ക് ചരിത്രത്തിൽ പറ്റിയ ക്ലാസിക് പിഴവുകളിലൊന്ന് 1933 നാസി ഭരണകൂടവുമായിട്ട് 12ാമൻ മാർപ്പാപ്പ നടത്തിയ അതിനെക്കുറിച്ച് എനിക്ക് നാസി ചെയ്യേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ് ഒരു ചർച്ചയെ വഴിതിരിച്ച് വിടാൻ വേണ്ടി. അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ മുഴുവൻ ശ്രദ്ധിക്കുകയായിരുന്നു. അതുകൊണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ശരിയല്ല. ഞാൻ ഈ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്താണ് ഫാദർ ആന്റണി വടക്കേക്കര? സ്മൃതി, ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതാണ്. സഭയുടെ സീറോ മലബാർ സഭയുടെ വക്താവ് എന്ന നിലയിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം എന്നോട് പാനലിരിക്കുന്ന അജി പുതിയ പറമ്പിൽ ഒരു വൈദിക വസ്ത്രം ധരിച്ച് നമ്മുടെ കൂടെയുണ്ട്, സന്തോഷം. പക്ഷേ സഭാ വക്താവ് നിലയ്ക്ക് എനിക്കൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, അദ്ദേഹം താമരശ്ശേരി രൂപതയുടെ വൈദികനായിരുന്നയാളാണ്. അദ്ദേഹം സസ്പെൻഷനിലാണ്. സഭയുമായി കലഹിച്ച് വിഘടിച്ച് മാറി നിൽക്കുകയും എറണാകുളത്ത് വന്ന് താമസിച്ച്, താമരശ്ശേരി രൂപതക്കാരനായ ഒരാൾ എറണാകുളത്ത് വന്ന് താമസിക്കുകയും സഭയുടെ സസ്പെൻഷൻ
നടപടികളെ, അച്ചടക്ക നടപടികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ വിളിച്ചിരുത്തിയിട്ട് സഭയെക്കുറിച്ചുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും പറയാനുമാണെന്ന് പറഞ്ഞിട്ട് ഇപ്രകാരം വിഡ്ഢിവേഷം കെട്ടിക്കുന്നത് ഒരു കാരണവശാലും റിപ്പോർട്ടർ പോലെയുള്ള ഒരു ചാനലിന് നല്ലതല്ല എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു. ഫാദർ ആന്റണി വടക്കേക്കര, അദ്ദേഹത്തെ ഞാൻ സാമൂഹ്യ നിരീക്ഷകൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ സഭയുടെ വക്താവെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു പോട്ടെ. നമുക്കൊരു ജനാധിപത്യ രീതിയിൽ ആരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം, ഇതിലൊന്നും ഞങ്ങൾക്ക് അസഹിഷ്ണുതയില്ല. പക്ഷേ ഈ കാര്യം പറഞ്ഞു തന്നെ പോകണമെന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്രകാരമുള്ള പൊതുവേദികളിൽ അവസരങ്ങൾ കൊടുത്ത് ആരെയും ഗ്ലോറിഫൈ ചെയ്യുന്നത് ഒരു രീതിയുണ്ട്. ആ രീതികൾക്കെതിരായുള്ള ഒരു കാര്യം സ്മൃതി, നമ്മൾ ഇതിനു മുൻപും സംസാരിച്ചിട്ടുണ്ട്, നേരിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഒരുമിച്ച് ഒരു ഫ്ലോറിൽ ഇരുന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് തന്നെ ഞാൻ ഇപ്രകാരം പൊതുസമൂഹം കാണുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നത് ഒരു കാരണവശാലും വ്യത്യസ്ത അഭിപ്രായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ സംസാരിക്കുക. ചില വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ആന്റണി വടക്കേക്കര, ഞാൻ മനസ്സിലാക്കുന്നു സഭയെ സംബന്ധിച്ച് സഭയിൽ നിന്നും സസ്പെൻഷൻ കൊടുത്ത ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് സഭാ രീതികളുമായി ഒത്തുപോകാത്ത ഒരാൾ എന്ന രൂപത്തിലാണല്ലോ. അത് താങ്കൾ വിശദീകരിച്ചു കഴിഞ്ഞു. ശരി, ഫാദർ അജി പുതിയ പറമ്പിൽ അത് നിഷേധിക്കുന്നുമില്ല. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ താമരശ്ശേരിയിൽ നിന്ന് കൊച്ചിയിൽ വന്ന് നിൽക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായം പറഞ്ഞുകൂടെ? അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരാളെ നിങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു കൊണ്ടുവന്നിരുത്തുവോ? അല്ല, അദ്ദേഹത്തിന് പറയാൻ അനുവദിക്കും ഫാദർ. അല്ല ഫാദർ, അത് ശരിയാണ് ഫാദർ. ഇത് കൊടുക്കുന്ന സന്ദേശം ഫാദർ ആന്റണി വടക്കേക്കര, സിറോ മലബാർ സഭ വക്താവ് എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഉത്തരവാദിത്തമുണ്ടല്ലോ ഇതിൽ. മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതെ, ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് ഒരു പ്രശ്നവുമില്ല. നോക്കൂ, ചരിത്രത്തിൽ എല്ലാവർക്കും പിഴവുകൾ പറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിഴവുകൾ പറ്റിയിട്ടുണ്ട്. സഭയ്ക്ക് പറ്റിയ കാര്യങ്ങൾ പിന്നീട് മാർപ്പാപ്പ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഏറ്റു പറഞ്ഞിരിക്കുന്നു ഫാദർ. മാർപ്പാപ്പ ഏറ്റു പറഞ്ഞ തെറ്റുകൾ എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മൾ കണ്ടതല്ലേ? ശരി, തിരിച്ചു വരട്ടെ, ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് നമ്മൾ ഫാദർ അജി പുതിയ പറമ്പിലെ തെറ്റിനെ കുറിച്ചല്ലല്ലോ ചർച്ച. അത് സഭയ്ക്കകത്തെ വിഷയമാണ്. ഫാദർ അജി പുതിയ പറമ്പിലെ തെറ്റല്ല നമ്മുടെ വിഷയം. അങ്ങനെയെങ്കിൽ ആ കാര്യം പറഞ്ഞു തന്നെ പോകണമെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ക്ലാരിറ്റി വന്നു, പ്രേക്ഷകർക്ക് അതിൽ ക്ലാരിറ്റി വന്നു. ഇനി ഫാദർ അജി പുതിയ പറമ്പിൽ ഒന്ന് പറഞ്ഞോട്ടെ. ഫാദർ ആന്റണി, താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അക്ഷരം മിണ്ടിയില്ല, മുഴുവൻ കേൾക്കുകയായിരുന്നു. കാരണം പറയാനുള്ള സ്വാതന്ത്ര്യം അങ്ങേക്കുണ്ട്. ഈ ചാനലിൽ ഇന്ത്യൻ പൗരനെ ആരെയും വിളിക്കാൻ പറയുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങളും വ്യക്തിപരമായ ഒരു കാര്യമേ അല്ല നമ്മൾ സംസാരിക്കുന്നത്. ഫാദാജി പുതുമേർ, നമുക്ക് വിഷയത്തിലൂന്നി സംസാരിക്കാം. ഫാദാജി പുതുമേർ, തീർച്ചയായിട്ടും വിഷയത്തിലൂന്നി സംസാരിക്കാം. നമുക്ക് ഒരു സഹിഷ്ണുത ആവശ്യമാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ന് നഷ്ടപ്പെടുന്ന ഈ സഹിഷ്ണുതയാണ്. ഞാൻ വീണ്ടും അത് പറയുകയാണ്. ഇവിടെ എന്താ പറയുന്നത് എന്താണ്? നിങ്ങൾ കുരിശിൻ്റെ വഴി നടത്തിക്കോളൂ. എവിടെ നടത്തണം? ഞങ്ങൾ പറയുന്നിടത്ത് നടത്തണം. എവിടെ നടത്തേണ്ടത്? പള്ളിക്ക് ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നടത്തണം. നിങ്ങൾ എന്തിനാണ് വഴി കൂടെ നടത്തുന്നത്? വഴി കൂടെ നടത്തേണ്ട കാര്യമില്ല, ഇതിൻ്റെ അകത്തൂടെ നടത്ത്. ഇതാണ് ഭരണകൂടം പറയുന്നത്. ഇത് എന്താണ് ഭരണകൂടം ഇതിലൂടെ അവരോട് പറയുന്നത്? എന്താ? നിങ്ങൾക്ക് വിശ്വസിക്കാം, പ്രഘോഷിക്കാം, പക്ഷെ ഞങ്ങൾ പറയുന്നത് പോലെ പ്രഘോഷിക്കണം. റിപ്പോർട്ടർ ചാനലിന് ഇഷ്ടമുള്ള വിളിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നുള്ള ചിന്ത അസഹിഷ്ണുതയാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. ഞാനിപ്പോൾ വ്യക്തിപരമായിട്ട് ആരെങ്കിലും വിമർശിച്ചോ? ഇല്ലല്ലോ. ഞാനിത് പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കൂ ഫാദർ. ഇതല്ലേ ഒരു മര്യാദ? ഈശോ നമ്മൾ ഇതല്ലേ പഠിപ്പിച്ചത്? ഞാൻ അങ്ങേക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങ് എന്നെ ഉടനെ തന്നെ നോ പറഞ്ഞു. ഞാൻ പറഞ്ഞ ക്ഷമ പറയാൻ തയ്യാറാണ്. ഓക്കെ, അങ്ങ് പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പിന്നെ ചർച്ച വെക്കാം. ഈ ചാനലോ വേറെ ചാനലോ ചർച്ച വെച്ചോളൂ, ഞാൻ പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഡിബേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചർച്ച നടത്തുന്നത് ഈ രാജ്യത്ത് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില, അതായത് ജനാധിപത്യ വിരുദ്ധവും മതസ്വാതന്ത്ര്യ വിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ്. ആർട്ടിക്കിൾ 25 എന്താ പറയുന്നത്? ഒരാൾക്ക് ഒരു മതത്തിൽ വിശ്വസിക്കാനും അത് പ്രഖ്യാപിക്കാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് ഓരോ വ്യക്തിക്കും ഉള്ളതാണ്. അതിൻ്റെ അവകാശം എന്താണ്? ഇന്ന് ക്രിസ്ത്യാനിയായി എനിക്ക് നാളെ ഹിന്ദുവാകാൻ അവകാശമുണ്ട്. ഇന്ന് മുസ്ലിമായ ഒരാൾക്ക് നാളെ ക്രിസ്ത്യാനിയാകാൻ അവകാശമുണ്ട്. ഇത് ഇൻഡിവിജ്വൽ റൈറ്റാണ്. നമ്മുടെ ഈ രാജ്യത്ത് 12 സംസ്ഥാനങ്ങളിൽ നിയമമുണ്ട്, ആൻറ്റി കൺവേർഷൻ ലോ ഉണ്ട്. ഈ ലോ കൊണ്ട് എന്താ നമ്മൾ അർത്ഥമാക്കുന്നത്? ഒരു ഹിന്ദുവിന് നാളെ ക്രിസ്ത്യാനിയാകാനുള്ള അവകാശമില്ല, അത് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 2024 ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പായിരുന്ന പീറ്റർ മച്ചാഡോ
ഈ കാര്യത്തെപ്പറ്റി വളരെ വ്യക്തമായി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം ഇന്ത്യയിൽ മുഴുവനും എയർ ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ആർട്ടിക്കിൾ 25 ഇതാ പറയുന്നതെങ്കിൽ ആർട്ടിക്കിൾ 26 നമ്മുടെ ഭരണഘടനയാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഭരണഘടന ആർട്ടിക്കിൾ 26 എന്താ പറയുന്നത്? ഇവിടെയുള്ള ഓരോരുത്തർക്കും അവരുടെ മതപരമായ കാര്യങ്ങൾ സ്ഥാപിക്കാൻ അവകാശമുണ്ട്, അത് നടത്താൻ അവകാശമുണ്ട്, അത് മാനേജ് ചെയ്യാൻ അവകാശമുണ്ട്, ആ സ്വത്തുക്കൾ സമ്പാദിക്കാൻ അവകാശമുണ്ട്, അതിന് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പരസ്യമായി ചെയ്യാൻ അവകാശമുണ്ട്. ഞാൻ വഖഫ് നിയമത്തെ പറ്റി ഞാൻ KCBC വിമർശിച്ചുകൊണ്ട് ലെറ്റർ എഴുതിയ ആളാണ്. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞെന്താണ്? KCBC ഇതിൻ്റെ ഡ്രാഫ്റ്റ് കൃത്യമായിട്ട് വായിച്ചു നോക്കിയില്ല. ഈ ആർട്ടിക്കിളുകളെ കൃത്യമായി ലംഘിക്കുന്ന കാര്യങ്ങൾ അതിലുണ്ട്. ഫാദർ ആന്റണി വടക്കേക്കര തന്നെ ഒരു ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അതിൽ 2 നോൺ മുസ്ലിംസിലെ വെക്കുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. ഫാദർ ആന്റണി, നമ്മുടെ ഈ സഭയുടെ സീറോ മലബാർ സഭയുടെ വ്യക്താവായിട്ടുള്ള ഫാദർ ആന്റണി അങ്ങനെ പറഞ്ഞു. വളരെ ശരിയാണ്. എന്നാൽ അതാരെങ്കിലും ശ്രദ്ധിക്കുമോ? നമ്മുടെ ഇവിടുത്തെ പാർലമെന്റിൽ വന്നിരിക്കുന്നത് എന്താണ്? കിരൺ റിജിജു, ആദരണീയനായ മന്ത്രി എന്താ പറഞ്ഞത്? അവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ നിന്ന് ലെറ്റർ വന്നു, CBCയുടെ ലെറ്റർ വന്നു. അതായത് വഖഫ് നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇന്ത്യയിലെ കത്തോലിക്ക മെത്രാൻ സമിതിയും KCBC ലെറ്റർ വിട്ടു. ഫാദർ ആന്റണിയുടെ പ്രസ്താവന ആരും കേൾക്കുന്നില്ലെന്നേ. ഇതാ ഇവിടുത്തെ പ്രശ്നം. ഫാദർ ആന്റണി വടക്കേക്കര ഇത് പറഞ്ഞു. ഇപ്പം ഞാൻ ചോദിച്ചത്, അങ്ങേക്ക് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട പിതാക്കന്മാരെ ബ്രീഫ് ചെയ്ത് കൊടുത്തുകൂടായിരുന്നു? ഞാൻ ഇനി അതിനകത്ത് സൂചിപ്പിക്കാം. ഇതാണ് നമ്മുടെ രാജ്യത്ത് ഒരു മതത്തിന് ആ മതത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ അവകാശമുണ്ട്. വഖഫിൽ നമ്മൾ വായിച്ചാൽ മനസ്സിലാകും, അതിന് ഒരു ബോർഡിലേക്ക് ഒരു CEO നിയമിക്കാം. ഈ CEOക്ക് എന്താണ്, ആ CEO ഒരു മുസ്ലിം ആകണമെന്നില്ല. മനസ്സിലായോ? അപ്പോൾ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 26ന്റെ നഗ്നമായ ലംഘനമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. നമ്മുടെ ആർട്ടിക്കിൾ 14 എന്താ പഠിപ്പിക്കുന്നത്? ആർട്ടിക്കിൾ 14 പറയുന്നത് എന്താ? ഇവിടെയുള്ള എല്ലാ സിറ്റിസൺസും തുല്യരാണ്, ഇന്ത്യൻ പൗരന്മാരെല്ലാവരും തുല്യരാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം, ഇവിടുത്തെ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ നാളെ ചർച്ച് ബോർഡ് വരാതിരിക്കട്ടെ, ഇവിടുത്തെ ദേവസ്വം ബോർഡിൽ ഒരു ഹിന്ദു MP വരാൻ പറ്റില്ല, ഹിന്ദു അല്ലാത്ത ഒരു MP വരാൻ പറ്റില്ല, ഹിന്ദു അല്ലാത്തൊരു MLA വരാൻ പറ്റില്ല. എന്നാൽ ഈ വഖഫ് ബോർഡ് ബില്ലിൽ ഒരു മുസ്ലിം അല്ലാത്ത MP വരാം, ഒരു മുസ്ലിം അല്ലാത്ത MLA വരാം. അത് ഈ ഇക്വാലിറ്റിക്ക് ലംഘനമാണ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ KCBC ശ്രദ്ധിച്ചില്ല? അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചക്കാലക്കൽ പിതാവിന്റെ ആ പ്രസ്താവനയ്ക്ക് വലിയ വിലയുണ്ട്. അതായത് അന്ന് 5 ദിവസം കഴിഞ്ഞ് നാസി ഭരണകൂടത്തിന്റെ ഇതുപോലെയുള്ള കാര്യങ്ങളെ ശ്രദ്ധിച്ചതുപോലെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഫാദർ വായിച്ചു നോക്കിയോളൂ. ഇതാ 2010 ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ? ഇതാ ഹിറ്റ്ലർ, വാർ ആൻഡ് ദി പോപ്പ്. അതിൻ്റെ അകത്ത് പയസ് 12 ചെയ്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ചരിത്രപരമായിട്ട് ഒരു രാഷ്ട്രീയ പിഴവ് പറ്റി. അതിന് മാപ്പ് പറഞ്ഞു ജോൺ പോൾ 2 മാർപ്പാപ്പ. അതിന് മാപ്പ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നാസി ഭരണകാലത്ത് ഞങ്ങൾ ചെയ്ത നിശബ്ദതയ്ക്ക് മാപ്പ്. അതിന് പേര് നമ്മൾ സഭയെ കുറ്റപ്പെടുത്തോ? ഇല്ല, സഭ ചെയ്ത നല്ലൊരു കാര്യമാണ്, അല്ലേ? ഇതുപോലെ പിഴവുകൾ പറ്റാം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയമായി നമുക്ക് പിഴവുകൾ പറ്റിയിട്ടുണ്ട്. നമുക്ക് ആ സമ്മതിക്കാന്നേ, എന്തിനാ നമ്മൾ അതിന് വാശി പിടിക്കുന്നത്? അങ്ങനെ പിഴവുകൾ സമ്മതിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ നല്ല ക്രൈസ്തവരാകുന്നത്, കൂടുതൽ നല്ല പൗരന്മാരാകുന്നത്. നമുക്ക് അങ്ങനെ ആകണം. എന്താ അതിന് കുറവ്? ഇന്നിപ്പം അങ്ങയുടെ പ്രസ്താവന നന്നായിരിക്കുന്നു, ഇങ്ങനെ പറയാം. നമ്മുടെ ചക്കാലക്കൽ പിതാവിന്റെ നല്ല പ്രസ്താവനയല്ലേ പറഞ്ഞത്? അതിലെന്താ ക്രിസ്തു വിരുദ്ധതയുള്ളത്? ഇതാണ് നമ്മുടെ ക്രിസ്ത്യാനികൾ ചെയ്യേണ്ടത്. Debate with Smriti Parithikar.